ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എൻ്റെ പേര് ഷാഹിദ. ഐസസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വീശിയൊന്നും അടിക്കാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൺ പൊറാട്ടയും അതിൻ്റെ കൂടെ തന്നെ കോമ്പിനേഷനായിട്ട് ഇറച്ചിക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലും സെയിം രീതിയിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം പുറം ഭാഗം മുരിഞ്ഞതും ഉൾഭാഗം സോഫ്റ്റുമായിട്ട് ഈ പൺ പൊറാട്ട നമ്മളെ ചൂട് ഇറച്ചിക്കറിയിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടിയും ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് മൈദ എന്ന് പറയുന്നത് 450 ഗ്രാം മൈദപ്പൊടി ഉണ്ടാവും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ്, നോർമൽ നമ്മളെ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി പറയുന്നത് ഈ ഒരു തിക്നെസ് ആവണ വരെ ഒരുപാട് ലൂസാവും ചെയ്യരുത്. നമ്മൾ സാധാ പൊറാട്ട കുഴക്കണ ആ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ എത്രത്തോളം സമയം കിട്ടുന്നുണ്ടെങ്കിൽ എത്രത്തോളം വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏകദേശം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇറച്ചിക്കറി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ 1 കിലോ ബീഫാണ് എടുത്തുള്ളത്. കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാധാ നോർമലായിട്ട് വെക്കുന്ന ഇറച്ചിക്കറി തന്നെ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് സവോള, തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് വലിയ ജീരകം, പിന്നെ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് ഇതുപോലെ കരുവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ഒരു പട്ട പീസും പിന്നെ വേവ് ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരളവിൽ ഉലുവ ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുത്ത് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4-5 വിസിലടിക്കണ വരെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നല്ല പോലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യിച്ചാൽ ഫസ്റ്റ് നമ്മൾ കുഴക്കാൻ ടൈമിൽ തന്നെ നല്ല പോലെ കുറച്ച് അത്യാവശ്യം കുഴക്കണം കേട്ടോ കൗണ്ടർ ടോപ്പിലിട്ടിട്ട്. അതിന് ശേഷം നമ്മൾ എന്താണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ പെട്ടെന്നായി കിട്ടും. ഇനിയിപ്പോൾ അതുപോലെ ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഇടക്ക് ഒന്ന് തടവി കൊടുക്കണം. ഇതിപ്പോൾ വീശിയൊന്നും വേണ്ട കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ആയിക്കോട്ടും. വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, സമയം എത്ര കിട്ടുകയാണെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് പകരമായിട്ട് കത്തി വെച്ചിട്ട് ചെയ്യാവുന്ന പറ്റും. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ലെയർ കിട്ടുക. ഇനി ഇതിന് മേലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോസ് ഇതിൽ പോയതാണ്. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഇങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ശേഷം ഇതുപോലെ സാവകാശം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഇനി കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്താൽ മതി. സാവകാശം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ തന്നെ നല്ല പോലെ ആയിട്ട് അപ്പോൾ ഒരുപാട് വീശ ഒന്നും വേണ്ട.
ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. ഇനി നമ്മളെ ഈ 4 ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ചെയ്യുക. ഈ 4 വിരലിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ എൻഡ് ഭാഗം നമ്മൾ ഉള്ളിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തണം കേട്ടോ, ഒരുപാട് പരത്തരുത്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇനി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് പരത്തി കൊടുക്കാം, ഒരുപാട് വേണ്ട. അപ്പോൾ ചൂടാൻ ടൈമിൽ ഇതൊക്കെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കാം. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യത്തിന് വരുന്നില്ല കേട്ടോ, നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കുഴക്കുന്ന ടൈമിലും അതുപോലെ തന്നെ പിന്നെ നമ്മൾ അതിൻ്റെ മേലേക്ക് കുറച്ച് നമ്മൾ ബോളാക്കി വെക്കുന്ന ടൈമിലൊക്കെ കുറേശ്ശെ വെജിറ്റബിൾ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. സാവകാശം വേണമെന്നൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലാക്കി കൊടുത്താൽ നല്ല പോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാനിതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നല്ല പോലെ ഒന്ന് അടിക്കാം കേട്ടോ, നല്ല ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല ലെയർ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരത്തും ഒരുപാട് വീശുവോ അങ്ങനെ വീശാൻ അറിയാത്തവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇറച്ചിക്കറി ഒന്ന് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടേക്ക് അതിലേക്ക് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള നല്ല പോലെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ സാധാ നോർമൽ ഇറച്ചിക്കറി വെക്കുമല്ലോ, അപ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറി കുറച്ചൊന്ന് വറ്റി വരണം കേട്ടോ, അപ്പോൾ അപ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ സാധാരണ നമ്മൾ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെളുപ്പത്തിനാകുമ്പോൾ ഈ കുക്കറിലൊക്കെ തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങളെ നല്ല വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻറ്റായിട്ട് പറയാം. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് നല്ലൊരു വീഡിയോ ഇട്ടും വരാം കേട്ടോ. ഇതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.